അടുത്ത തലമുറകളിലേക്ക് ഈ ദൗത്യം എത്തിച്ചു കൊടുക്കേണ്ട ചുമതല തന്റെ അനുചരന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്, ഇതാ ഇനി വരാനിരിക്കുന്ന ഒരു ഖലീഫയുണ്ട്, അദ്ദേഹത്തെ പിൻപറ്റണം, അയാളുടെ വാക്കുകൾ സ്വീകരിച്ചാൽ മതി, അന്ധമായി അനുകരിച്ചാൽ മതി എന്നല്ല. അതേപോലെ തന്നെ പിൽക്കാലത്ത് വരാനിരിക്കുന്ന ഒരു ഹോജയുണ്ട്, ഒരു നേതാവുണ്ട്, ഒരു പണ്ഡിതനുണ്ട്, ഒരു തങ്ങളുണ്ട്, ഒരു മഹാനുണ്ട്, അദ്ദേഹത്തെ പിൻപറ്റിയാൽ മതി, അദ്ദേഹത്തിന്റെ വാക്കുകൾ ചോദ്യം ചെയ്യപ്പെടാതെ സ്വീകരിച്ചാൽ മതി എന്നല്ല അല്ലാഹു പറഞ്ഞത്, എന്നല്ല റസൂല് പറഞ്ഞത്. ഏത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുക. ഇത് ഇന്ന് ഉള്ളതല്ല. കാലാകാലങ്ങളിൽ ഏകദേശം 10-60 വർഷങ്ങളോളമായി നമ്മുടെ സംഘടന നിലവിൽ വന്നിട്ട് അന്ന് മുതൽ ഈ രീതിയാണ് നമ്മുടെ സംഘടന സ്വീകരിച്ചിരിക്കുന്നത്. എന്നല്ല അവിടുത്തെ ഖലീഫമാര് പറഞ്ഞത്, എന്നല്ല സ്വഹാബത്ത് പറഞ്ഞത്, എന്നല്ല താബഈങ്ങൾ പറഞ്ഞത്. ഏത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുക. ഇത് ഇന്ന് ഉള്ളതല്ല. കാലാകാലങ്ങളിൽ ഏകദേശം 10-60 വർഷങ്ങളോളമായി നമ്മുടെ സംഘടന നിലവിൽ വന്നിട്ട് അന്ന് മുതൽ ഈ രീതിയാണ് നമ്മുടെ സംഘടന സ്വീകരിച്ചിരിക്കുന്നത്. എന്നല്ല താബഈങ്ങൾ പറഞ്ഞത്, എന്നല്ല ഇമാമിങ്ങൾ പറഞ്ഞത്, എന്നല്ല അഹ്ലുസുന്നത്തിന്റെ നേതാക്കൾ പറഞ്ഞത്. എല്ലാവരും പറഞ്ഞത് അല്ലാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തും സ്വീകരിക്കണമെന്നാണ്. റിയാദിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർവഹിക്കാനുള്ള ഡ്യൂട്ടി, നമുക്ക് നിർവഹിക്കുവാനുള്ള മസ്ഊലിയത്ത് അത് തന്നെയാണ്. നമുക്കിടയിൽ പലപ്പോഴും തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഈ പ്രശ്നങ്ങൾ എന്ത് പ്രശ്നമാണെങ്കിലും ശരി, ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ എന്തേ നമ്മുടെ പണ്ഡിത നേതൃത്വം എന്ത് പറഞ്ഞു എന്ന് അവരിലേക്ക് മർജിഅ ചെയ്യുക, അവരിലേക്ക് നോക്കുക. എന്നല്ല താബഈങ്ങൾ പറഞ്ഞത്, എന്നല്ല ഇമാമിങ്ങൾ പറഞ്ഞത്, എന്നല്ല അഹ്ലുസുന്നത്തിന്റെ നേതാക്കൾ പറഞ്ഞത്. എല്ലാവരും പറഞ്ഞത് അല്ലാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തും സ്വീകരിക്കണമെന്നാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം നമ്മൾക്ക് മനപ്പാഠമാണ്. എന്താ മനപ്പാഠം? നിങ്ങൾ വഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ആശയം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലുൽ അംരി മിൻകും. ഈ സന്ദേശങ്ങളൊക്കെ വെറുതെ അല്ല. നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് അന്തിമമായി നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പണ്ഡിത സംഘടന എന്ത് പറഞ്ഞു അത് അക്ഷരാർത്ഥത്തിൽ അപ്പടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനെതിരായി നീങ്ങുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും. വിശ്വാസികളെ, അല്ലാഹുവിനെ അനുസരിക്കുവിൻ, അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുവിൻ, നിങ്ങളുടെ കൂട്ടത്തിലെ നേതാക്കളെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കുവിൻ. അനുസരിക്കണം അല്ലാഹുവിനെയും റസൂലിനെയും നേതാക്കളെയും. എന്നാൽ നിങ്ങൾക്കിടയിൽ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, വല്ല വിഷയത്തിലും നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായാൽ, അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ആ തർക്കമുള്ള പ്രശ്നം നിങ്ങൾ മടക്കേണ്ടത് അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ്. അവിടെ ഉലുൽ അംർ എന്ന് അല്ലാഹു പറഞ്ഞില്ല, ഉലുൽ അംറിലേക്ക് മടക്കണമെന്ന് പറഞ്ഞില്ല. മറിച്ച് അല്ലാഹു പറഞ്ഞത് തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ്, പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ്. നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രമാണങ്ങൾ രണ്ടാണ്. ഒന്ന് അല്ലാഹുവിന്റെ വചനങ്ങളായ വിശുദ്ധ ഖുർആൻ, രണ്ടാമത്തേത് പ്രവാചകന്റെ ചര്യയായ സുന്നത്ത്. ഫറുദ്ദൂഹു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കണമെന്ന് പറഞ്ഞാൽ ഐ ഇലാ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിലേക്ക് മടക്കണമെന്നർത്ഥം. വ ഇലർ റസൂൽ, റസൂലിലേക്ക് മടക്കണമെന്ന് പറഞ്ഞാൽ ഇലാ സുന്നത്തി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ സുന്നത്തിലേക്ക് മടക്കണമെന്നാണ് അർത്ഥം. അവിടെ
നേരത്തെ പറഞ്ഞ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും എന്ന് മൂന്നാമത് പറഞ്ഞ ഉലുൽ അംറിനെ രണ്ടാമത് തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ, പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ, നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ നമ്മൾ അവലംബിക്കേണ്ടത് കിതാബും സുന്നത്തുമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഉലുൽ അംറിനെ ആവർത്തിച്ചു പറഞ്ഞിട്ടില്ല. ഈ കാര്യം അടിവരയിട്ട് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം നമ്മൾക്ക് മനപ്പാടമാണ്. എന്താ നിങ്ങൾ വഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ആശയം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ വഉലുൽ അംരി മിൻകും. ഈ സന്ദേശങ്ങളൊക്കെ വെറുതെ അല്ല. നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് അന്തിമമായി നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പണ്ഡിത സംഘടന എന്ത് പറഞ്ഞു, അത് അക്ഷരാർത്ഥത്തിൽ അപ്പടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനെതിരായി നീങ്ങുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല.